ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അധികം നമ്മൾ മധുരമുള്ള സ്നാക്സ് ആണല്ലോ ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വറ്റൽമുളക് പൊടിച്ചെടുത്തത്, അതായത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഇനി നമ്മൾ ബ്രെഡ് അതിൽ മുക്കിയിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു തവയിൽ കുറച്ച് നെയ്യാണ് കേട്ടോ പുരട്ടി കൊടുക്കുന്നത്. നെയ്യാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മളിവിടെ ഉണ്ടാക്കിയ എഗ് മിക്സിൽ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും നമുക്കറിയാമല്ലോ. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡൊന്ന് മൊരിപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് റെഡി. നമ്മളെപ്പോഴും മധുരത്തോട് കൂടിയിട്ടാണല്ലോ ബ്രെഡ് ടോസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നെയ്യിൽ തന്നെ മൊരിച്ചെടുക്കാനും ശ്രദ്ധിക്കുക. നെയ്യ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വളരെ പെട്ടെന്ന് വെറും ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്